ഹേ ഓൾ വെൽക്കം ബാക്ക്. ഇന്നൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ രാവിലെ 10 മണി എന്തോ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിന്ന് പുറത്ത് പോകാനുണ്ട്. അതേപോലെ തന്നെ ഇക്കാക്ക ഈ നേരത്ത് പുറത്ത് പോയി കുറച്ച് ഗ്രോസറിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയേക്കാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാനുണ്ട്. വന്നിട്ട് അതിനുശേഷം എനിക്കൊന്ന് പുറത്ത് പോകണം. നമുക്കൊരു കൊറിയർ റിട്ടേൺ കൊടുക്കാനുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ഇക്കാക്ക കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിക്കൊണ്ടതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആ ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്തോ ഒരു ബനാന കേക്കാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്, നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഈ സംഭവം ഇഡ്ഡലി റവയാണ് വാങ്ങിക്കൊണ്ടുവന്നത്. ഞാനത് ഉപ്പുമാവിൻ്റെ റവയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഈ സംഭവം വെച്ച് എന്തുണ്ടാക്കാമെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഞാൻ എന്തൊക്കെയോ തട്ടിക്കൂട്ടിയൊക്കെ ഫസ്റ്റ് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ അത് വെച്ചിട്ടുള്ളത്. അങ്ങനെ കുറേ വെജിറ്റബിൾസും പിന്നെ ബ്രെഡ്, അങ്ങനത്തെ കുറേ സ്നാക്സ് ഐറ്റംസ്, ഫ്രൂട്ട്സ്, അങ്ങനെ കുറേ എന്തൊക്കെയോ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ആകുമ്പോൾ കാര്യം അങ്ങനെ നടക്കും. പിന്നെ നമ്മൾ ആവട്ടെ ഉച്ചയാവട്ടെ എന്നൊക്കെ വിചാരിച്ചു തന്നു കഴിഞ്ഞാൽ പോക്ക് നടക്കില്ല. പിന്നെ എനിക്കും പുറത്ത് ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ കുറച്ച് ബിസി ആയിട്ട് പോയിട്ടുള്ള ഒരു ദിവസമായിരുന്നു അന്ന്. ഇതിപ്പോൾ ഞാൻ പീനട്ട് ബട്ടർ എന്തോ ബ്രെഡിൽ ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. പിന്നെ ഞാനത് ചെയ്തില്ല എന്ന് തോന്നുന്നു. അത് അങ്ങനെ തന്നെ റിട്ടേൺ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഈ റവയൊക്കെ ഞാൻ വീണ്ടും ഒരു ടിന്നിലാക്കി അടച്ചു വെച്ചു. അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ധൃതി പിടിച്ചിട്ടായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അന്ന്. പിന്നെ മസ്റ്റായിട്ടും ഇവിടെ ഓൾറെഡി നോൺ വെജാണ് ഫുഡ് കഴിക്കുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ വേണ്ട സാധനമാണ് കേട്ടോ പപ്പടം. ആ പപ്പടമാണ് നേരത്തെ കണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ വെണ്ടക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വെജിറ്റബിൾസ് അങ്ങനെ വാങ്ങിക്കില്ല. പിന്നെ എന്തോ ഒരു തോന്നലിൽ നിൽക്കുക കണ്ടപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നാണ് കേട്ടോ ഇത്. അതൊക്കെ ഞാൻ ചെറിയൊരു പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കാണ് കേട്ടോ. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പപ്പടത്തിൻ്റെ കാര്യം, ഇവിടെ പപ്പടം നോർമലി നമ്മുടെ നാട്ടിലുള്ള പപ്പടം ചില സമയത്ത് നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ ഇത് ആ പപ്പടം അവിടെ ഉണ്ടായിരുന്നിട്ടും ഇക്കാക്ക് ഇതെടുത്തിട്ട് വന്നത് ഇതെന്തോ ചില്ലി ഫ്ലേവറുള്ള എന്തോ പപ്പടമാണ്, ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് എടുത്തിട്ട് വന്നേക്കാണ്. അപ്പം ഞാൻ അതൊക്കെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഒരു പാത്രത്തിൽ അടച്ചു വയ്ക്കാൻ കേട്ടോ. കാരണം നമുക്ക് ഇത്രയും വലിപ്പത്തിലൊരു പപ്പടം പൊരിച്ചെടുക്കാനുള്ള പാത്രമൊന്നും ഇവിടെ ഇല്ല. അപ്പം ഞാനത് ചെറിയ ചെറിയ പീസാക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ആവശ്യം വരുമ്പോൾ പെട്ടെന്ന് എടുത്ത് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ വെച്ചത്. പിന്നെ തേങ്ങ ഞാൻ ആദ്യത്തെ തന്നെ ഈ പാക്കറ്റ് പടം തന്നെയായിരുന്നു ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്കത് എടുക്കുമ്പോൾ വീണ്ടും അത് ആ തേങ്ങ ഐസ് പിടിക്കാൻ നിൽക്കണം. അങ്ങനെ കുറേ പാടുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ആക്കി ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക ചെയ്യാറ്. അതാകുമ്പോൾ നേരെ ഓവനിലേക്ക് വെച്ചിട്ട് റീഫ്രോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫ്രീസർ തുറന്നു കഴിഞ്ഞപ്പോൾ യൂബർ ഈറ്റ്സിൻ്റെ എന്തോ ഒരു ഡിസ്കൗണ്ട് കൂപ്പണൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ യൂബർ ഈറ്റ്സ് മെയിനായിട്ടും ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത് കിട്ടിയത് എന്തിനാണെന്ന് എനിക്കറിയില്ല. ഏതോ ഒരു സമയത്ത് ഞാൻ എന്തോ ഒരു പാക്കിൻ്റെ കൂടെ കയറിയതാന്ന് തോന്നണം കേട്ടോ. അങ്ങനെ ഞാൻ ഒരു 12 മണി 1 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ അവിടെ നേരെ ടൗണിലേക്ക് പോകാൻ ടെർമിനലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ കൊറിയർ മെയിനായിട്ടും കൊടുക്കണം. കാരണം അത് വച്ചുകൊണ്ടിരുന്ന് പിന്നെ ഇത് അന്ന് പറഞ്ഞ ആ ഒരു കൊറിയർ അല്ല കേട്ടോ, ഇത് വേറെ കൊറിയറാണ്. അപ്പോൾ ഇത് ആമസോണിൻ്റെ ആണ്. അപ്പോൾ കൂടുതലും ഇവിടെ ഞാനിപ്പോൾ ഈ ക്ലൈമറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടൊന്നും ഡ്രസ്സ് ഐറ്റംസ് ഒന്നും അങ്ങനെ പുറത്തേക്ക് പോകാറില്ല. അപ്പോൾ ഷെസൂനായാലും എനിക്കായാലും പിന്നെ എന്തെങ്കിലും ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ ആണെങ്കിലും ഞാൻ ആമസോണിൽ നിന്ന് ഇപ്പോൾ ഓർഡർ ചെയ്യാറാണ് പതിവ്. അപ്പം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റം എനിക്ക് കിട്ടിയത് ഞാൻ ഉദ്ദേശിച്ച സംഭവമല്ല. അപ്പോൾ അതൊന്ന് കൊടുക്കണം. ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പം അന്ന് എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ധൃതി പിടിച്ച് പോവാണ്. പിന്നെ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ റിട്ടേൺ കൊടുക്കാനുള്ള പാക്കേജിലെ പ്രിൻ്റ് അടിക്കാനുള്ള സംഭവം ഞാൻ തന്നെ പ്രിൻ്റ് ചെയ്ത് ഒട്ടിച്ചിട്ട് വേണമായിരുന്നു അതവിടെ കൊടുക്കാനായിട്ട്. അങ്ങനെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ലൈബ്രറിയിൽ വന്നേക്കാണ് കേട്ടോ. പിന്നെ ഞാൻ കൂടുതലും വീഡിയോസിൽ പറഞ്ഞിരുന്നു ഇവിടെ ലൈബ്രറി കാർഡ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിവിടെ പ്രിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിരിക്കും. കാരണം എന്തോ $5 എന്തോ പ്രിൻറ്റിങ്, അത് കുറേ പേജസ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല. പക്ഷെ എന്നാലും അവിടെ വരെയും പോയി അത് പ്രിൻ്റ് എടുത്ത് വീണ്ടും റിട്ടേൺ വന്ന് ഈ ഒരു ഷോപ്പിൽ കൊണ്ടുവന്ന് കൊടുക്കുക എന്നുള്ളത് കുറച്ച് പാടോട്ട കാര്യമൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ കൊടുക്കാനുള്ള പാക്കേജൊക്കെ റിട്ടേൺ കൊടുത്തിട്ട് ഞാൻ നേരെ വീണ്ടും വീട്ടിലേക്കാട്ടോ പോയിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ വീട്ടിൽ ചെന്നപ്പോൾ ഒരാൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാണ്ട്. ഞാൻ എവിടെ പുറത്ത് പോയി കഴിഞ്ഞാൽ അവനിക്ക് വേണ്ട സംഭവം ഞാൻ വാങ്ങിക്കൊണ്ടിരുന്നുള്ളൂ. പിന്നെ രാവിലെ തന്നെ ഇക്കാക്ക കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിയേക്കണോണ്ട് ഞാൻ പിന്നെ ഒന്നും വാങ്ങിക്കാനൊന്നും നിന്നില്ല, ധൃതി പിടിച്ചാൽ വന്നത്. ഇവിടെ വന്നപ്പോൾ ഇക്കാക്ക പറഞ്ഞു ഫുഡ് എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുക്ക് ചെയ്യാനൊന്നും നിന്നില്ല കേട്ടോ. പിന്നെ ഫുഡ് വരുന്നത് വരെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ ഈ കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് ഞങ്ങൾ അങ്ങോട്ട് കടന്നു. അപ്പോൾ ഷെസൂര് ഒരു കേക്കിൻ്റെ മേളിൽ അവൻ്റെ ക്യാൻഡിലൊക്കെ വെച്ചിട്ട് അവനിക്ക് അത് തന്നെ ഊതി കിടത്തണം, കട്ട് ചെയ്യണം എന്നൊക്കെയുള്ള ചെറിയൊരു ആഗ്രഹം അവനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ക്യാൻഡിൽ തപ്പി നടന്ന് എനിക്ക് ക്യാൻഡിലൊന്നും കിട്ടിയില്ല. അങ്ങനെ ഷെസു അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അവൻ്റെ ബർത്ത്ഡേ ആണെന്ന് വിചാരിച്ചിട്ട് ഷെസു ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ചു നേരം തനിയെ പോയി ക്യാൻഡിലും കാര്യങ്ങളൊക്കെ വീണ്ടും അവനും കൂടി ഒന്ന് തപ്പിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും കിട്ടാണ്ടായപ്പോൾ ആള് കട്ട് ചെയ്ത കേക്ക് വെച്ച് അവിടെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. വലിയ കുഴപ്പമില്ല, ബനാന ഫ്ലേവറിലുള്ള എന്തോ ഒരു കേക്കായിരുന്നു ഇവിടെ, എന്തോ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഉണ്ടായിരുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ക്രീമിൻ്റെ കേക്കും കാര്യങ്ങളൊന്നും വാങ്ങിയില്ല. ഇതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. നമ്മുടെ നാട്ടിലത്തെ പ്ലം കേക്കാന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് വാങ്ങിയത്. പക്ഷെ മേളിൽ ഫ്ലേവർ ബനാനയാണെന്ന് അറിയായിരുന്നു കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഇവിടുത്തെ ക്രീം കാര്യങ്ങൾ നമ്മുടെ നാട്ടിലത്തെ എക്സ്ട്രാ ടേസ്റ്റ് ഒന്നും കിട്ടില്ല. പിന്നെ ക്രീമൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് കേക്കിൻ്റെ സ്പഞ്ച് മാത്രം ഞാൻ കഴിച്ചു, ക്രീമെല്ലാം ഷെസുവും കഴിച്ചു കേട്ടോ. അതൊക്കെ കട്ട് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കാതെയാണ് നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെന്തോ ചിക്കൻ റൈസ് ബൗളോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഞാനും പറഞ്ഞ ചിക്കൻ റൈസ് ബൗള്. വലിയ കുഴപ്പമൊന്നുമില്ല, ചിക്കൻ എല്ലാം സ്ലൈസ് ചെയ്തിട്ടിട്ട് പിന്നെ അതിൻ്റെ മേളിൽ എന്തോ റൈസും പിന്നെ എന്താണ് മയോണീസ്, ഹുമ്മൂസ് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടുള്ള എന്തോ ഒരു ഡിഷാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ച് മുമ്പേ ആ കേക്കും കാര്യങ്ങളൊക്കെ കഴിച്ചതുകൊണ്ട് വലിയ കാര്യമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ രണ്ടുപേരും ഒരു പാത്രത്തിൽ നിന്ന് കഴിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു സീരീസ് കാണുന്നുണ്ട് കേട്ടോ, ഒരു കൊറിയൻ സീരീസാണ്, എന്താ സ്ക്വിഡ് ഗെയിം എന്തോണെന്ന് തോന്നുന്നു. അപ്പം അത് കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി വിശക്കും എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അത് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ. കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.